നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരളത്തിലെ 2026-27 അധ്യയന വർഷത്തിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ എന്നീ 4 കോഴ്സുകളിലേക്കുള്ള കേരള എൻട്രൻസ് കമ്മീഷനുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നു. ജനുവരി 5 മുതൽ ജനുവരി 31 വരെയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരം. MBBSും BDSും ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിന് പരീക്ഷ നീറ്റാണെങ്കിലും കേരളത്തിലെ കോളേജുകളിൽ പ്രവേശനം നേടണമെങ്കിൽ കീം 2026 നിർബന്ധമായും അപ്ലൈ ചെയ്തിരിക്കണം. കീം 2026 വഴി കേരളത്തിൽ ലഭ്യമാകുന്ന ചില സ്പെഷ്യൽ റിസർവേഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് എക്സ് സർവീസ്മാന് MBBSന് 6 സീറ്റുകളാണ് ഗവൺമെൻറ് മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഓരോ കോഴ്സുകൾക്കും സീറ്റുകൾ എക്സ് സർവീസ്മാൻസിന് റിസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിസർവേഷൻ എക്സ് സർവീസ്മാൻ കാറ്റഗറിയിൽ പരിഗണിക്കണമെങ്കിൽ ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്യേണ്ടത്. കീം 2026 വെബ്സൈറ്റായ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആദ്യത്തെ പ്രിലിമിനറി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്കിൽ നിന്നും എക്സ് സർവീസ്മാൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും അത് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്താൽ എക്സസ് എന്ന സംവരണത്തിന് അർഹത ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം എടുത്ത വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നോൺ യൂട്ടിലിറ്റി ലിങ്ക് കൂടെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അപേക്ഷിച്ചിട്ട് വേണം വീണ്ടും ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ പുതിയ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകുവാൻ. എക്സ് സർവീസ്മെൻ വിഭാഗത്തോടൊപ്പം തന്നെ മറ്റ് ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സർവീസാണ് SD എന്ന റിസർവേഷൻ. എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും ബിഫാമിനുമുള്ള സർവീസ് ഇൻ ഡിഫൻസ് എന്ന റിസർവേഷൻ ലഭിക്കുവാനായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസിലുള്ള ഫോർമാറ്റിൽ ഇപ്പോൾ ഏത് ഓഫീസിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കമാൻഡിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി വേണം ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്യാൻ. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആദ്യത്തെ പ്രിലിമിനറി രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം അച്ഛനോ അമ്മയോ ഇപ്പോൾ ഏത് ഡിഫൻസിലാണ് എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡൗൺലോഡ് പെർഫോമയിൽ നിന്ന് SD എന്ന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയും ബന്ധപ്പെട്ട കമാൻഡറെ കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തി വിദ്യാർത്ഥിക്ക് സോഫ്റ്റ് കോപ്പി ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു കൊടുത്ത് ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്യാനായി സാധിക്കും. മറ്റ് 2 വിഭാഗങ്ങളാണ് DK വിഭാഗവും HR വിഭാഗവും. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടവരുടെ മക്കൾക്ക് ലഭിക്കുന്ന HR എന്ന റിസർവേഷനും യുദ്ധസമാന സാഹചര്യത്തിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ മിസ്സിംഗ് ആയവരുടെ മക്കൾക്കുള്ള റിസർവേഷനാണ് DK എന്ന വിഭാഗവും. അതിനും ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന രക്ഷകർത്താക്കളുടെ മക്കൾക്ക് ലഭിക്കുന്ന സംവരണത്തെക്കുറിച്ച്. അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ലഭ്യമാവുക. പാരാമിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളുടെ മക്കളാണ് എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്നും സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്താൽ RP എന്ന വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് സീറ്റ് റിസർവേഷന് അർഹതയുണ്ടായിരിക്കും. കീം 2026 പ്രോസ്പെക്ടസ് ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കി ഫെബ്രുവരി 7 ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and